എല്ലാവർക്കും നമസ്കാരം. പരിസ്ഥിതി ആസൂത്രണം, വികസനം, ദുരന്ത പരിപാലനം, സംസ്കാരം, ചരിത്രം, സാമൂഹികം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ബഹുജന വിദ്യാഭ്യാസം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രീൻ ഗ്ലോബൽ എന്ന ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനലിൽ നിരവധി സാമൂഹിക പാരിസ്ഥിതിക വിഷയങ്ങൾ ഇതിനോടകം തന്നെ ചർച്ചയ്ക്ക് വച്ചിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഈ ചാനൽ കാണുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, ഗവേഷകർ, ശാസ്ത്രജ്ഞർ തുടങ്ങി സമൂഹത്തിലെ സമസ്ത ജനവിഭാഗങ്ങളും ഇത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ കടക്കട്ടെ. കേരളത്തിലെ തീരപ്രദേശങ്ങൾ അശാന്തമാവുകയാണ്. മണ്ണൊലിപ്പും കടലാക്രമണവും ചുഴലിക്കാറ്റുമെല്ലാം കൊണ്ട് നമ്മുടെ തീരം വല്ലാതെ പ്രശ്നസങ്കീർണമാവുകയാണ്. ബേ ഓഫ് ബംഗാൾ ഉൾക്കടലായിരുന്നു നന്നായി ചൂടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലുമൊക്കെ ചൂടാകുന്നു. കടലിലുണ്ടായിരുന്ന മത്തി, ചാളയുടെ അളവിൽ കുറവ് വരുന്നു. അത് പലായനം ചെയ്യുന്നു. സുനാമിയും ഓഖിയും ഉൾപ്പെടെയുള്ള ഒരുപാട് കാറ്റുകളും ചുഴലിക്കാറ്റുമൊക്കെ നാം കാണുന്നു. തീരദേശം വല്ലാതെ അശാന്തമാവുകയാണ്. കടലിൻ്റെ മക്കളായ കടലമ്മയുടെ സ്വന്തം മക്കളായ മത്സ്യത്തൊഴിലാളികൾക്കും വളരെ പ്രതിസന്ധിയാണ്. നാം ശ്വസിക്കുന്ന വായുവിൻ്റെ ഓക്സിജൻ്റെ 75% തരുന്നത് സമുദ്രമാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം 33% നേരിട്ട് നൽകുന്നത് മത്സ്യസമ്പത്തിൽ നിന്നാണ്. 1/3 ജനവിഭാഗം താമസിക്കുന്നത് തീരപ്രദേശത്താണ്. അപ്പോൾ നമുക്കങ്ങനെ ഒരു ജനതയെ അവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തീരപ്രദേശത്ത് സമ്പൂർണ്ണമായി പാരിസ്ഥിതികമായി നിലനിർത്തി സംരക്ഷിക്കാനുമാവില്ല. അവിടുത്തെ ജനങ്ങൾക്ക് കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പുതിയൊരു തീരദേശ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം. 1972 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വച്ചാണ് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും മനുഷ്യവിഭവവും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി പൂർണ്ണസമയം ഈ സെമിനാറിൽ പങ്കെടുത്തിരുന്നു. അത് കഴിഞ്ഞ് അവർ ഇന്ത്യയിലെത്തിയ ശേഷം പടിഞ്ഞാറൻ മലനിരകളെ സംരക്ഷിക്കുവാൻ പശ്ചിമഘട്ട വികസന പരിപാടിയും കിഴക്കൻ മലനിരകളെ സംരക്ഷിക്കുവാൻ ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും എടുത്തു. ഇങ്ങനെ 2 പരിപാടി എടുത്തു. അതിനുശേഷമാണ് 1984 ഡിസംബർ 2-3 തീയതികളിലെ ഭോപ്പാലിൽ ഗ്യാസ് ട്രാജഡി ഉണ്ടായി 5 ലക്ഷത്തിലധികം പേർ അപകടത്തിൽപ്പെടുന്നത്. തുടർന്നാണ് 1986 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 253 കണക്കാക്കിക്കൊണ്ട് രാജ്യത്തൊരു പരിസ്ഥിതി സംരക്ഷണ നിയമം, എൻവയോൺമെൻ്റൽ കൺസർവേഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. 1990കളായപ്പോൾ ലോകമാകെ തീരദേശം സംരക്ഷിക്കണമെന്ന കാഴ്ചപ്പാടിന് വലിയ പ്രാധാന്യം തന്നെ ലഭിച്ചു. അങ്ങനെയാണ് 1991 ഇന്ത്യയിൽ തീരദേശ നിയന്ത്രണ വിജ്ഞാപനം നിലവിൽ വന്നത്. തീരദേശത്തു നിന്നും ഏകദേശം 500 മീറ്റർ വരെയുള്ള ഹൈറ്റൈഡ്, അതായത് വേലിയേറ്റ മേഖലയെ വിവിധ പ്രദേശങ്ങളായി തരംതിരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതായിരുന്നു തീരദേശ പരിപാലന വിജ്ഞാപനത്തിൻ്റെ കാതൽ. തീരദേശ നിയന്ത്രണ മേഖല 1 മുതൽ 4 വരെയായി തരംതിരിച്ച് CRZ, കോസ്റ്റൽ റെഗുലേഷൻ സോൺ 1, 2, 3, 4 എന്ന 4 വിഭാഗങ്ങളായി തീരപ്രദേശത്തെ തരംതിരിച്ച് വ്യത്യസ്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. 2011 ആകുമ്പോൾ ദേശീയ തീരദേശ പരിപാലന അതോറിറ്റിയും സംസ്ഥാന തീരദേശ പരിപാലന അതോറിറ്റിയും നിലവിൽ വന്നു. 2006 മുതൽ തന്നെ എല്ലാ പദ്ധതികൾക്കും ഇന്ത്യയിൽ പരിസ്ഥിതി ആഘാത നിർണയം വേണമെന്ന ചട്ടവും ഉണ്ടായി. അതുപോലെ തന്നെ തീരദേശത്താണെങ്കിൽ ശുചിത്വം, സാനിറ്റേഷൻ പ്ലാൻ, ശുചിത്വത്തിൻ്റെ പ്ലാന് കൂടി വേണം എന്നുള്ള കാര്യവും നിഷ്കർഷിക്കപ്പെട്ടു. അങ്ങനെ എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റും പരിസ്ഥിതി ആഘാത നിർണയവും ശുചിത്വ പ്ലാനും ഒക്കെ വച്ചുകൊണ്ടാണ് തീരദേശ പരിപാലനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീരദേശവും സമുദ്രവുമൊക്കെ കാലാവസ്ഥ മാറ്റത്തിൻ്റെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുകയാണ്. 2050 ആകുമ്പോൾ സമുദ്രങ്ങളിൽ 50% പ്ലാസ്റ്റിക് നിറയുമെന്നാണ് കണക്കിലാക്കിയിട്ടുള്ളത്. ക്രമാതീതമായ ചൂട് കാരണം മത്സ്യസമ്പത്തിന് തന്നെ വലിയ മാറ്റമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മഴയുടെ രീതികളിൽ മാറ്റമുണ്ടാകുന്നു. കടൽ തീരവും കടലും മലിനമാകുന്നത് മറ്റൊരു ഗുരുതരമായ വെല്ലുവിളിയാണ്. നമ്മുടെ കേരളം ഈയിടെ സമർപ്പിച്ച തീരദേശ പരിപാലന പ്ലാനിന് ഡൽഹിയിൽ നടന്ന ദേശീയ തീരദേശ പരിപാലന അതോറിറ്റി
അംഗീകാരം നൽകുകയുണ്ടായി. വളരെ ആശങ്കയോടുകൂടിയാണ് എന്നെപ്പോലുള്ളവർ ആ അംഗീകാരത്തെ കാണുന്നത്. വേലിയേറ്റ രേഖയിൽ നിന്നും നിർമ്മാണ പരിധി 200 മീറ്ററിൽ നിന്നും 50 മീറ്ററായി കുറച്ചു. ഫലത്തിൽ സമുദ്രനിരത്തിൻ്റെ വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്റർ കഴിഞ്ഞാൽ നിർമ്മാണ പ്രവൃത്തികളാകാം. അതുപോലെ സ്വകാര്യ കണ്ടൽക്കാടുകൾ, പൊക്കാളിപ്പാടങ്ങൾ എന്നിവയുടെ മേലുണ്ടായിരുന്ന നിയന്ത്രണവും ഒഴിവാക്കി. കണ്ടൽക്കാടുകളുടെ പാരിസ്ഥിതിക ധർമ്മത്തിന് സ്വകാര്യം പൊതു എന്നൊന്നുമില്ലല്ലോ. ഉപ്പുവെള്ളം കരയിലേക്ക് കയറാതിരിക്കുവാനും കരയുടെ ഉറപ്പിനും കണ്ടൽക്കാട് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഉടമസ്ഥത നോക്കാതെ കണ്ടൽക്കാടുകൾ നാം സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ പ്രാധാന്യമാണ്. കണ്ടൽക്കാടുകൾ പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. കരയിലെ ശുദ്ധജലവും കടലിലെ ഉപ്പുവെള്ളവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കരയിലേക്ക് വേനൽക്കാലങ്ങളിൽ ഒരുപാട് ഉപ്പുവെള്ളം കയറി കര നശിക്കാതിരിക്കുവാൻ പ്രകൃതി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിരോധമാണ് കണ്ടൽക്കാടുകൾ. കരയിൽ ഭൂഗർഭത്തിൽ ധാരാളം ശുദ്ധജലമുണ്ട്. ഈ ശുദ്ധജലത്തിൻ്റെ സമ്മർദ്ദം കൂടി കൊണ്ടാണ് കടലിലെ വെള്ളം കരയിലേക്ക് കയറാത്തത്. അല്ലെങ്കിൽ ഭൂമിക്കടിയിലൂടെ ധാരാളം കയറണമല്ലോ. പിന്നെ സുനാമി പോലുള്ള വലിയ തിരകൾ വരുമ്പോൾ മാത്രമാണ് കരയിലേക്ക് വെള്ളം ധാരാളമായി കയറുന്നത്. അല്ലെങ്കിൽ കരയിൽ ധാരാളമായി ശുദ്ധജലം ഭൂമിക്കടിയിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഭൂമിക്കടിയിലേക്ക് വെള്ളം കയറും, ഉപ്പുവെള്ളം കയറും. അപ്പോൾ അത് ചില സമയങ്ങളിൽ സംഭവിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ നമ്മുടെ കരയിലെ ജലസ്രോതസ്സുകളിൽ, നീരൊഴുക്കുകളിൽ, നദികളിൽ വെള്ളം കുറയുമ്പോൾ, മിനിമം ഫ്ലോയ്ക്കുള്ള വെള്ളമില്ലാതെ വരുമ്പോൾ അതിന് മറ്റൊരു കണക്ക് കൂടിയുണ്ട്. മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ, മലനിരകൾ പ്രദേശങ്ങളിൽ 75% വെള്ളം ആ നദികളിൽ നിന്ന് എടുത്താലും വീണ്ടും വെള്ളം നിറയും. കാരണം ഒരുപാട് ചെറുചാലുകളിൽ വഴി, അരുവികൾ വഴി ആ നദിയിലേക്ക് വെള്ളം വരും. പക്ഷെ മധ്യഭാഗത്തെത്തുമ്പോൾ, ഇടനാട്ടിലെത്തുമ്പോൾ ഒരു 50% വെള്ളം അതിനകത്തൂടി ഒഴുകണം. ബാക്കി 50% എടുക്കാൻ പാടുള്ളൂ. തീരദേശത്തെത്തുമ്പോൾ ആകെ ജലത്തിൻ്റെ ഒരു 75% ഒഴുകേണ്ടതുണ്ട്, 25% എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പല കാരണങ്ങളാൽ വനത്തിൻ്റെ കുറവ് കൊണ്ടും വരൾച്ച കൊണ്ടും കാലാവസ്ഥ മാറ്റം കൊണ്ടുമൊക്കെ നദിയിൽ വെള്ളം കുറയുമ്പോൾ ഉപ്പുവെള്ളം ധാരാളമായി നദികൾ വഴി ഉള്ളിലേക്ക് കടക്കാറുണ്ട്, കരയിലേക്ക്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉപരിതല ജലസ്രോതസ്സുകളായ നദികൾ ഉപയോഗിച്ചുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതികളെ പലപ്പോഴും പമ്പ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നവും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം കരയിലേക്ക് കയറാതിരിക്കുന്നത് ഭൂഗർഭ ജലസമ്പത്തിൻ്റെ സ്വാധീനം കൂടിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഭൂഗർഭ ജലസമ്പത്ത് സ്വാധീനം ചെലുത്തുമ്പോഴും കടലിലെ ഉപ്പുവെള്ളവും കരയിലെ ശുദ്ധജലവും തമ്മിൽ മെർജ് ചെയ്യുകയും അല്ലെങ്കിൽ കൂടിച്ചേരുകയും അങ്ങനെ ഒരു പുതിയ കുറച്ച് ഉപ്പുള്ള ഒരുതരം വെള്ളം കടലിൻ്റെ അഴിമുഖങ്ങളിലും പൊഴിമുഖങ്ങളിലും കായൽ തീരങ്ങളിലും ഉണ്ടാകും. അവിടേക്ക് വേണ്ടിയിട്ടാണ് പ്രകൃതി ഇത് രണ്ട് ഭാഗത്തെയും തമ്മിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടൽക്കാടുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ പ്രകൃതിയുടെ നല്ല മനോഹരമായ മെക്കാനിസമാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള സ്ഥലത്ത് വെട്ടാനും വയ്ക്കാനും ഒന്നും പിടിക്കാനും എന്നുള്ളതല്ല ഇതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടൽക്കാടുകൾ വലിയ ധർമ്മമാണ് നിർവഹിക്കുന്നത്. ഒന്ന്, ഉപ്പുവെള്ളം കരയിലോട്ട് കയറാതിരിക്കുക. അതുപോലെ തന്നെ സുനാമി പോലുള്ള കൊടുങ്കാറ്റും തീരശോഷണവും ഒക്കെ വരുമ്പോൾ അതിനെ തടയുക. അങ്ങനെ കണ്ടൽക്കാടുകൾക്ക് വലിയ ധർമ്മമാണുള്ളത്. അതുപോലെ തന്നെ അതൊരു ജൈവ ആവാസ വ്യവസ്ഥയാണ്. അപ്പോൾ അത് വ്യാപകമായി സ്വകാര്യ വ്യക്തികളുടേത് എടുത്തു കളയാം, മാറ്റാമെന്നാണ് പുതിയ നിയമം പറയുന്നത്, ഇളവ് പറയുന്നത്. അത് ശരിയായ ഒരു ഇളവല്ല, അത് പാടില്ലാത്തതായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇളവുകൾ വരുമ്പോഴുള്ള കുഴപ്പം, തീരദേശത്തെ മറ്റുള്ള ആളുകൾ ടൂറിസത്തിൻ്റെ പേരിലും മറ്റ് സ്ഥലങ്ങളിലുള്ളവരും പോയി നന്നായി കൈയടക്കും. മത്സ്യത്തൊഴിലാളികൾ അവിടെ വീട് വെക്കട്ടെ, അല്ലെങ്കിൽ അവർ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ വീടും അവർക്ക് അത്യാവശ്യമുള്ള പ്രാർത്ഥനാലയവും ആരാധനാലയവും അത്യാവശ്യമുള്ള സംവിധാനങ്ങൾ കടൽ തീരത്തായിക്കോട്ടെ. അതുപോലെ തന്നെ അവരുടെ വള്ളവും വലയും ഒക്കെ അവർക്ക് വയ്ക്കാൻ സ്ഥലം വേണം. അവരെ അവിടെ നിന്ന് പറിച്ചു നടന്നത് ശരിയല്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇളവ് അനുവദിക്കുകയും ആ ഇളവ് മറ്റുള്ളവർ നന്നായി നാട്ടിൽ നിന്ന് പോകുന്ന സാമ്പത്തികമുള്ളവർ അത് നന്നായി ദുരുപയോഗം ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഈ ഇളവുകളിലൂടെ നൽകുന്നുണ്ട്. അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അത് ഗൗരവമായി പുനർവിചിന്തനം ചെയ്യേണ്ട കാര്യമുണ്ട്. തീരദേശമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കടലിൻ്റെ മക്കൾക്കുള്ളതാണ്. അത് കടൽ തീരത്ത് താമസിക്കുന്ന ജനതയ്ക്ക് മാത്രമായി വിട്ടുകൊടുക്കേണ്ടതാണ്. അതിനെ ഒരു സാഹചര്യത്തിലും മറ്റുള്ള പ്രദേശങ്ങളിലെ ആളുകൾ ചെന്ന് ബിനാമിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ സ്വന്തമായി ഏതെങ്കിലും രൂപത്തിൽ കടൽ തീരത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കടലെന്ന ആവാസ വ്യവസ്ഥയ്ക്കും കരയ്ക്കും വലിയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ തീരദേശത്തിൻ്റെ ഇളവിൻ്റെ പേരിൽ അവിടെ നടക്കുന്ന ഒരു കയ്യേറ്റവും നമുക്ക് അനുവദിക്കാൻ പാടുള്ളതല്ല. സുരക്ഷിതവും ശുചിയുമായി തീരദേശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് മത്സ്യബന്ധനത്തിനും അവിടുത്തെ ജനങ്ങളുടെ ജീവൻ്റെ സ്വത്തിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി മാത്രമായി മാറ്റിവെക്കേണ്ടതുണ്ട്. മറ്റൊന്നും തന്നെ അനുവദിക്കരുത്. ആ നിലയിൽ തീരദേശം സംരക്ഷിക്കപ്പെടണം.
കേരളത്തിലെ തീരദേശ പ്രദേശങ്ങൾ തീർച്ചയായും അത് കടലിൻ്റെ അടുത്ത് നാം ചെന്ന് നിൽക്കുന്ന ചരിഞ്ഞ പ്രദേശമായാലും അതുപോലെ മണൽപ്പരപ്പ് പ്രദേശമായാലും ആകെ എല്ലാ പ്രദേശവും ശുചിയായി ശുദ്ധിയായി നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. കടൽ തീരം കടലിൻ്റെ മക്കൾക്കായി വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ഒരു സാഹചര്യത്തിലും മറ്റുള്ളവർ വലിയ സാമ്പത്തിക നിക്ഷേപവുമായി ടൂറിസത്തിൻ്റെ പേരിലും നിർമ്മാണ പ്രവർത്തന പേരിലും കടൽ തീരത്തിലേക്ക് കണ്ണുവെക്കരുത്. ദയവായി നിങ്ങളുടെ സമ്പത്ത് മറ്റ് മേഖലകളിലേക്ക് നിക്ഷേപിക്കുക, മറ്റ് പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ മാറിപ്പോവുക. തീർച്ചയായിട്ടും തീരദേശം കടലിൻ്റെ മക്കൾക്കുള്ളതാണ്, അത് കടലമ്മയുടേതാണ്. അത് കടലിൻ്റെ മക്കൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്കായി നമുക്ക് വിട്ടുകൊടുക്കാം. അവർ പരിസ്ഥിതിക്കിണങ്ങുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ കടൽ തീരത്തിനിണങ്ങുന്ന രീതിയിലുള്ള, അതിൻ്റെ മണ്ണൊലിപ്പ് കുറയ്ക്കുന്ന രീതിയിലുള്ള, അവിടുത്തെ ആക്രമണം കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതശൈലി കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തയ്യാറായാൽ നമുക്കിനിയും ജീവനുകൾ രക്ഷിക്കാം. ഉണ്ടായിപ്പോകുന്ന സ്വത്തിൻ്റെയും സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും ഒക്കെ നഷ്ടം ഓരോ ദുരന്തത്തിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും. പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ നമുക്കൊന്നും ചെയ്യാനാകില്ല. കടലിൻ്റെ ഇരമ്പത്തെയും കടലിൻ്റെ ചൂടാവലിനെയും കടലിൻ്റെ ആരവത്തെയും ഒന്നും നമുക്ക് ഒരുപക്ഷെ നിയന്ത്രിക്കാനാകില്ല. പക്ഷേ അതേസമയം കടൽ കരയിലേക്ക് ഉണ്ടാക്കുന്ന നാശത്തിൻ്റെ അളവ് കുറയ്ക്കാൻ, ജീവനുകൾ ഒരുപാട് നഷ്ടപ്പെടുന്നതില്ലാതാക്കാൻ, കരയിലെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം സംരക്ഷിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയും. ആ നിലയിൽ കടലോരം കടലിൻ്റെ മക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പുതിയൊരു തീര സംരക്ഷണം നടക്കട്ടെ. ശുദ്ധവും സ്വച്ഛവുമായ കടൽ തീരമുണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി.